എല്ലാവർക്കും മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതെന്ന് പറയുന്നത് ബൈസെക്ടറിനെ പറ്റിയാണ്. ബൈസെക്ടർ എന്താണെന്ന് പറഞ്ഞു, സമഭാജി എന്താണെന്ന് പറഞ്ഞു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ എന്ത് ചെയ്തു, നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം വരച്ചു നിർത്തിയ പടം എന്ന് പറയുന്നത് ഒരു ത്രികോണം നമ്മൾ വരച്ചു. ആ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങൾക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരയ്ക്കുകയും അത് ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിൽ ആണെന്ന് നമ്മൾ കണ്ടെത്തുകയുമാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ അതിന്റെ ബാലൻസ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബാലൻസ് പാർട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ഒരു ത്രികോണം വരയ്ക്കുക. ത്രികോണത്തിന് അളവൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ത്രികോണം വരയ്ക്കുക. ത്രികോണം വരച്ചതിന് ശേഷം ആ ത്രികോണത്തിന്റെ 3 കോണിനും സമഭാജികൾ വരയ്ക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഒരു ത്രികോണം വരയ്ക്കുക. ആ ത്രികോണം വരച്ചതിന് ശേഷം അതിന്റെ 3 കോണിനും സമഭാജികൾ വരയ്ക്കുക. ആ സമഭാജികൾ കൂട്ടിമുട്ടുന്നത് ഒരു പോയിന്റിലാണോ എന്നെന്ത് ചെയ്യുക, കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ത്രികോണം നമ്മൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ആദ്യമായി വരയ്ക്കുക. അപ്പൊ നോക്കാം, നമുക്ക് കൃത്യമായിട്ടുള്ള അളവും മറ്റു കാര്യങ്ങൾ എന്നതിനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു ത്രികോണം നിർമ്മിക്കാം. നോക്കാം. ഞാനിവിടെ ABC എന്ന ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞു. എന്താണ് വരച്ചത്, ABC എന്ന ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത് എന്താണ്, ഇതിന്റെ 3 കോണിനും സമഭാജികൾ അല്ലെങ്കിൽ ബൈസെക്ടർ എന്ത് ചെയ്യുക, വരയ്ക്കുക. ബൈസെക്ടർ വരയ്ക്കാനെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായി പഠിച്ചതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ത്രികോണത്തിൽ എന്ത് ചെയ്യണം, 3 കോണിനും എന്ത് വരയ്ക്കുക, ബൈസെക്ടർ വരയ്ക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എ എന്ന ആംഗിളിന് അല്ലെങ്കിൽ എ എന്ന കോണിന് നമുക്ക് എങ്ങനെയാണ് ബൈസെക്ടർ വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എയിൽ കൊണ്ടുവന്ന് കോമ്പസ് വയ്ക്കുക, ഒരു ചെറിയ ആർക്ക് വരയ്ക്കുക. കോമ്പസിൽ അളവെടുത്തതിന് ശേഷം എയിൽ കുത്തി ഒരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം കോമ്പസിന്റെ അളവ് ഒന്ന് വലുതാക്കിയതിനു ശേഷം ഇവിടുത്തെ പോയിന്റിൽ കൊണ്ടുവച്ച് തൊട്ട് മുകളിലായി ഒരു ആർക്ക് വരയ്ക്കുക. അളവ് മാറ്റാതെ ഇവിടെ കൊണ്ടുവയ്ക്കുക, അവിടെ എന്ത് ചെയ്യുക, ഒരു ആർക്കും കൂടി വരയ്ക്കുക. അതിനുശേഷം എയിൽ കുത്തിക്കൊണ്ട് നമ്മൾ വരച്ച ആർക്കിലൂടെ എന്ത് ചെയ്യുക, കടന്നു പോകത്തക്ക വിധത്തിൽ എന്ത് വരയ്ക്കുക, ഒരു ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞു. ഇതിപ്പോ ഏതിന്റെയാണ് വരച്ചത് ഇപ്പോൾ എയുടെ ബൈസെക്ടർ ആണ് നമ്മൾ വരച്ചത്. ഇതുപോലെ ഏതിന്റെയൊക്കെയാണ് വരയ്ക്കാനായിട്ടുള്ളത്, അത് ബിയുടെയും സിയുടെയും. ഞാൻ അങ്ങ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ബിയിൽ കൊണ്ടുവന്ന് കോമ്പസ് വയ്ക്കുക, നേരത്തെ പോലെ തന്നെ ആർക്ക് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ കൊണ്ടുവയ്ക്കുക, ആദ്യമേ ഒരു കുഞ്ഞാർക്ക് ഇവിടെ കൊണ്ടുവയ്ക്കുക, മറ്റൊരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം അത് ചേർത്ത് വരയ്ക്കുക. അതിന്റെയും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഈ വര എന്ത് ചെയ്യുക, അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നീട്ടി വരച്ചു കൊടുക്കുക. ഇനി എത്ര എണ്ണേ ഉള്ളു, ഒരെണ്ണം കൂടിയേ ഉള്ളൂ. സിയിൽ കൊണ്ടുവയ്ക്കുക, ഒരു കുഞ്ഞാർക്ക് വരയ്ക്കുക, അവിടുത്തെ പോയിന്റിൽ കുത്തുക, ഇവിടെയും വയ്ക്കുക, 2 ആർക്കുകൾ വരയ്ക്കുക. അതെന്ത് ചെയ്യുക, ചേർത്ത് താഴോട്ട് വരയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ എന്താണ് സംഭവിച്ചത്, നമ്മളൊരു ത്രികോണം വരയ്ക്കുകയും ത്രികോണത്തിന്റെ 3 ആംഗിളിനും എന്ത് വരച്ചു, ബൈസെക്ടർ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചത് ആ 3 ബൈസെക്ടറുകളും ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. നമുക്ക് എന്താണ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്, ത്രികോണത്തിന്റെ 3 ബൈസെക്ടറുകളും അല്ലെങ്കിൽ 3 സമഭാജികളും കൂട്ടിമുട്ടുന്നത് ഒരു ബിന്ദുവിൽ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് മനസ്സിലായി, നമുക്കത് വരച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി.
3 ആംഗിളുകളിലൂടെയും ബൈസെക്ടറുകൾ വരച്ചു കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് അത് ഇന്റർസെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഇതുപോലെ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക. അപ്പോൾ നോക്കാം, നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ABCD എന്ന സാമാന്തരികത്തിൽ AP ഈക്വൽ ടു CQ ആണ്. PBQD എന്ന ചതുർഭുജം സാമാന്തരികമാണെന്ന് തെളിയിക്കുക. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ABCD എന്ന സാമാന്തരികത്തിൽ, ഇവിടെ അതിനാസ്പദമായിട്ടുള്ള ഒരു ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. ABCD എന്ന സാമാന്തരികത്തിൽ അല്ലെങ്കിൽ പാരലോഗ്രാമിൽ അത് തന്നിരിക്കുന്ന പേര് എന്താണ്? AP ഈക്വൽ ടു CQ ആണ്. AP ഈക്വൽ ടു CQ ആണ്. AP എന്ന് പറയുന്നതും CQ എന്ന് പറയുന്നതും ആ പാരലോഗ്രാമിലെ ഈക്വൽ ആയിട്ടുള്ള സൈഡുകളാണ്. അതോടൊപ്പം PBQD എന്ന ചതുർഭുജം സാമാന്തരികമാണെന്നാണ് നമുക്ക് തെളിയിക്കാനായിട്ടുള്ളത്. ഏതാണ്? PBQD എന്ന ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ അതൊരു പാരലോഗ്രാം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? തെളിയിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്, തെളിയിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന വിവരങ്ങൾ എന്തേ ഉള്ളൂ? ABCD പാരലോഗ്രാം ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? AP എന്ന് പറയുന്ന വശവും CQ എന്ന് പറയുന്ന വശവും ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. AP എന്ന് പറയുന്ന വശവും CQ ഈക്വൽ ആണ്. പിന്നെ ഒരു കാര്യം നേരത്തെ പറഞ്ഞതാണ്, ABCD പാരലോഗ്രാം ആണെന്നാണ് പറഞ്ഞത്. പാരലോഗ്രാമിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ്സുകൾ ഈക്വൽ ആണ്. ഇവിടെ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ളതാണ് ഏതൊക്കെ? AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ആണ്, ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? AB ഈക്വൽ ടു AB എന്ന വശവും CD എന്ന വശവും ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ് ഈക്വൽ ആണ്? സാമാന്തരികത്തിന്റെ അല്ലെങ്കിൽ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ പാരലമാണ്. അതുകൊണ്ട് AB ഈക്വൽ ടു CD. ഇനി മറ്റു രണ്ട് സൈഡുകൾ ഏതൊക്കെയാണ്? അത് AD എന്ന് പറയുന്നതും BC എന്ന് പറയുന്ന വശവും എഴുതാം. AD ഈക്വൽ ടു AD എന്ന വശവും BC എന്ന വശവും ഈക്വൽ ആണ്. രണ്ട് കാര്യങ്ങൾ. ഒന്നാമതായിട്ട് പറഞ്ഞതാണ് AB എന്നതും CD എന്ന് പറയുന്നതും ഈക്വൽ ആണ്, പറഞ്ഞു കഴിഞ്ഞു. AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും ഈക്വൽ ആണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് AD എന്ന് പറയുന്നത്, ഈ AD എന്ന് പറയുന്ന വശവും BC എന്ന് പറയുന്ന വശവും പാരലലുമാണ്, ഈക്വലുമാണ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു കാര്യം എന്താണ്? AP എന്ന് പറയുന്നതും CQ എന്ന് പറയുന്നതും തുല്യമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തെഴുതാം. AP ഈക്വൽ ടു CQ നമുക്കിവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്കത് എന്താണ്? ഗിവൺ ആണ്, നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്നതാണ് എന്ത്? AP ഈക്വൽ ടു QC അല്ലെങ്കിൽ CQ എന്നുള്ള നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതും എഴുതി. ഇനി എന്താ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? PBQD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം അതൊരു സാമാന്തരികം ആണെന്ന് നമ്മളോട് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ചിത്രത്തിൽ നോക്കാം. PBQD എന്ന് കാണുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന്? സാമാന്തരികമാണെന്ന്. അതിനായി നമുക്ക് രണ്ട് ത്രികോണങ്ങളായിട്ട് ഇതിനെ എന്ത് ചെയ്യാം? പരിഗണിക്കാം. ഏതൊക്കെയാണ് ത്രികോണങ്ങൾ? ഈ കുഞ്ഞു ത്രികോണം ഈ കാണുന്നതാണ് ഒന്നാമത്തെ ത്രികോണവും ഇതിനെ രണ്ടാമത്തെ ത്രികോണവുമായി പരിഗണിക്കുക. ഏതൊക്കെയാണ്? ഇതിനെ ഒന്നാമത്തെ ത്രികോണമായി ഇതിനെ രണ്ടാമത്തെ ത്രികോണമായി പരിഗണിച്ചാൽ ഈ ത്രികോണത്തിന്റെ പേരൊന്ന് പറയൂ. ത്രികോണത്തിന്റെ പേര് ത്രികോണം APD. ത്രികോണം APD, രണ്ടാമത്തെ ത്രികോണത്തിന്റെ പേരാണ് BCQ എന്ന രണ്ടാമത്തെ ത്രികോണം. ത്രികോണം BCQ. ഈ ത്രികോണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? തെളിയിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ത്രികോണം APD, ത്രികോണം BCQ ഇവ പരിഗണിച്ചാൽ അല്ലെങ്കിൽ to consider triangle APD, triangle BCQ എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ രണ്ട് ത്രികോണങ്ങൾ പരിഗണിച്ചു. ആ ത്രികോണങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ ഏതൊക്കെയാണ്?
ത്രികോണങ്ങളുടെ ഒരു വശമായ എ പിയും ഇവിടുത്തെ ത്രികോണത്തിന്റെ സി ക്യൂവും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പൊതുവായി മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ത്രികോണത്തെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ ഇവിടെ എ പിയും സി ക്യൂ എന്താണ്? തുല്യമല്ലേ? അപ്പോൾ അതും കൂടി താഴോട്ട് എഴുതാം. എ പി ഈക്വൽ ടു സി ക്യൂ. എ പി ഈക്വൽ ടു സി ക്യൂ. അത് നമ്മൾ എഴുതി. അപ്പോൾ രണ്ട് ത്രികോണങ്ങളുടെ ഓരോ വശങ്ങളും എന്തായി? തുല്യമായി. ഇനി അടുത്തതായിട്ട് എ ഡി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന വശവും പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡുകളാണ്, അത് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? അത് പറഞ്ഞു കഴിഞ്ഞതാണ്. എ ഡി എന്ന് പറയുന്ന വശവും ഇവിടെ എഴുതിയിട്ടുമുണ്ട്. എ ഡി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്നതും പാരലോഗ്രാമിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളാണ്, അത് ഈക്വൽ ആണ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി എഴുതാം. എ ഡി ഈക്വൽ ടു ബി സി. എ ഡി ഈക്വൽ ടു ബി സി. അത് എന്തുകൊണ്ടാണ് ഈക്വൽ ആയിട്ടുള്ളത്? പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സുകളാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ഇവിടെ എഴുതണം. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം എന്ന് എഴുതുക. സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ എന്ന് എഴുതുക. അപ്പൊ രണ്ട് കാര്യങ്ങളായി. ഈ രണ്ട് ത്രികോണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളായി. എ പി എന്ന് പറയുന്ന വശവും എ ഡി എന്ന് പറയുന്ന വശവും ഈ ത്രികോണത്തിൽ തുല്യമാണ്. ഇനി മറ്റുള്ള ബി സി ക്യൂ എന്ന ത്രികോണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സി ക്യൂ എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന വശവും അതും തുല്യമാണ്. ഇനി ഇതിൽ കോണളവുകൾ ഏതെങ്കിലും തുല്യമാണോ എന്ന് നോക്കാം. ഏതാണ് കോണളവുകൾ? എ ബി സി ഡി എന്ന് പറയുന്നത് സാമാന്തരികമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. എ ബി സി ഡി സാമാന്തരികമാണെങ്കിൽ സാമാന്തരികത്തിന്റെ എതിർ കോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? അത് ഈക്വൽ ആണ്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകൾ എന്താണ്? അത് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നതും ഇവിടെ കാണുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും എന്താണ്? രണ്ടും അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഡി എ പി ആംഗിൾ ഡി എ പി ഈക്വൽ ടു ആംഗിൾ ഡി എ പിക്ക് ഈക്വൽ ആയിട്ടുള്ളതാണ് ക്യു സി ബി എന്ന് പറയുന്നത്. ആംഗിൾ ക്യു സി ബി എന്ന് പറയുന്നത് കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികത്തിന്റെ എതിർ കോണുകൾ തുല്യമാണ് എന്ന് എഴുതുക. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം രണ്ട് കാര്യങ്ങൾ. ആംഗിൾ ഡി എ പി ഈക്വൽ ടു ആംഗിൾ ക്യു സി ബി അതും എഴുതി. അപ്പോൾ നോക്കുക, ഈ ചിത്രത്തിലേക്ക് നോക്കിക്കഴിയാം. ഇവിടെ രണ്ട് ത്രികോണങ്ങൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞതാണ്. ത്രികോണം എ പി ഡി എന്ന് പറയുന്നതും സി ക്യു ബി എന്ന് പറയുന്നതും അതിലെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും ഇവിടുത്തെ ത്രികോണമായ ബി സി ക്യൂവിന്റെ രണ്ട് വശത്തിനും അവയ്ക്കിടയിലുള്ള കോണിനും തുല്യമായാൽ എങ്ങനെയാണ്? മൂന്നാമത്തെ വശവും തുല്യമാണ്, തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണെന്ന് രണ്ടാമത്തെ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞതല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? ത്രികോണം എ പി ഡിയിലെ രണ്ട് വശവും അവയ്ക്കിടയിലുള്ള കോണം ത്രികോണം ബി സി ക്യൂവിലെ രണ്ട് വശത്തിനും അവയ്ക്കിടയിലുള്ള കോണിനും തുല്യമായാൽ മൂന്നാമത്തെ വശവും തുല്യമാണ്, പിന്നെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ് എന്നെന്ത് ചെയ്യുക? താഴോട്ട് ഇവിടെയായിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ്. ഇവിടെയായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ത്രികോണം എ പി ഡിയിലെ രണ്ട് വശവും അവയ്ക്കിടയിലുള്ള കോണും ത്രികോണം ബി സി ക്യൂവിലെ രണ്ട് വശങ്ങൾക്കും അവയ്ക്കിടയിലുള്ള കോണിനും തുല്യമായതിനാൽ മൂന്നാമത്തെ വശവും തുല്യമാണ്, തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. ഇൻ ട്രയാങ്കിൾ APD, two sides and an angle is equal to the two sides and an angle of triangle BCQ. Then the third side is also equal. The sides opposite to the angle is also equal.
അപ്പോൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, എഴുതി നിർത്തുക. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ തുല്യമാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ABQD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം സാമാന്തരികമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണേ, എന്താ ചോദിച്ചിരിക്കുന്നത്? PBQD എന്ന് പറയുന്നത് എന്താണോ എന്ന്, സാമാന്തരികമാണോ എന്ന്. ഇവിടെ AB എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. AB പാരലൽ ആകുമ്പോൾ PB എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ആണ്. ഇനി DC എന്ന് പറയുന്ന വശം പാരലൽ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ DQ എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ആണ്. ഇവിടെ നമ്മൾ PD എന്ന് പറയുന്ന വശവും BQ എന്ന് പറയുന്ന വശവും ഇപ്പോൾ തുല്യമാണെന്ന് നമ്മൾ കണ്ടെത്തിയതാണ്. PD എന്ന് പറയുന്ന വശവും BQ എന്ന് പറയുന്ന വശവും എന്താണെന്ന് പറഞ്ഞു? തുല്യമാണോ എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ തുല്യമാണ്, അതോടൊപ്പം തന്നെ അവ എന്തുമാണ്? അവ പാരലലുമാണ്. ഇത് രണ്ടും പാരലലാണ്. ഇതും അപ്പോൾ എന്ത് തന്നെയാണ്? പാരലൽ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന PBQD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് തെളിയിക്കാം. അതൊരു പാരലോഗ്രാം ആണെന്ന് നമുക്ക് പറയാം. എന്താണെന്ന് പറയാം? PBQD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആണ് എന്ന് അവസാനം എന്ത് ചെയ്യുക? നിങ്ങളുടെ ആൻസറിന്റെ അവസാനമായിട്ട് ദാറ്റ് എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? എഴുതുക സോ അല്ലെങ്കിൽ ദാറ്റ് ഈസ് PBQD ഈസ് എ പാരലോഗ്രാം. PBQD എന്ന് പറയുന്നത് ഒരു സാമാന്തരികമാണ് എന്നെഴുതി അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രവും AB ഒരു വ്യാസവുമാണ്, C വൃത്തത്തിലെ ബിന്ദുവാണ്. കണ്ടുപിടിക്കാനായിട്ടുള്ള ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ CAB കണക്കാക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ആംഗിൾ COB യുടെ അളവ് മറ്റേതെങ്കിലും സംഖ്യയായി ഈ ചിത്രം മാറ്റി വരയ്ക്കുക. ആ ചിത്രത്തിൽ ആംഗിൾ CAB യുടെ അളവ് കണക്കാക്കുക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇവിടെ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അതില് O എന്ന് പറയുന്നത് വൃത്തത്തിന്റെ സെന്റർ ആണ്, സെന്റർ ഓഫ് ദ സർക്കിൾ ആണ് O എന്ന് പറയുന്നത്. AB എന്ന് പറയുന്നത് എന്താണ്? വ്യാസമാണ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്. C എന്ന് പറയുന്നത് വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു ബിന്ദുവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? CAB കണ്ടുപിടിക്കുക. CAB എന്ന് പറയുന്നത് ഈ ആംഗിൾ എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. COB യുടെ അളവ് മറ്റേതെങ്കിലും സംഖ്യയായിട്ട്, ഈ COB യുടെ അളവ് ഇവിടെ 50 ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? വേറെ ഏതെങ്കിലും സംഖ്യ എഴുതിയതിനു ശേഷം CAB എന്ത് ചെയ്യുക? കണക്കാക്കുക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ നോക്കാം. CAB ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ COB തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രിയാണത്? അത് 50 ഡിഗ്രിയാണ്. എഴുതാം. തന്നിരിക്കുന്ന വിവരം ആദ്യമേ എടുത്തെഴുതാം. ആംഗിൾ COB ഈക്വൽ ടു 50 ഡിഗ്രിയാണ്. അത് നമുക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഗിവൺ എന്ന് എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന വിവരമാണ്. എന്ത്? COB എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് AO എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും എന്താണ്? സർക്കിളിന്റെ, അത് സർക്കിളിന്റെ റേഡിയസ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ സർക്കിളിന്റെ സെന്റർ ആണ് O എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. സർക്കിളിന്റെ സെന്റർ ആണ് O എങ്കിൽ Oയിൽ നിന്നും Bയിലേക്കുള്ള നീളവും Oയിൽ നിന്നും Aയിലേക്കുള്ള നീളവും Oയിൽ നിന്നും Cയിലേക്കുള്ള നീളവും എല്ലാം എന്താണ്? സർക്കിളിന്റെ, അത് സർക്കിളിന്റെ റേഡിയസ് ആണ്. അതെല്ലാം തന്നെ എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ, ത്രികോണം AOC ആയിട്ട് പരിഗണിച്ചാൽ എങ്ങനെയാണ്? ത്രികോണം AOC ഇതിനൊരു ത്രികോണമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഇത് എന്ത് ത്രികോണമായിരിക്കും? എന്ത് ത്രികോണമാണ്? ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. എന്ത് ത്രികോണം? സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസ്കെലസ് ട്രയാങ്കിൾ ആണ്. എത്ര വശങ്ങളാണ് ഐസോസ്കെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ളത്? അത് 2 വശങ്ങൾ.
രണ്ട് വശങ്ങളല്ലേ? ഏതൊക്കെയാണ് വശങ്ങള്? O മുതൽ C വരെയുള്ള OC എന്ന് പറയുന്ന വശവും O മുതൽ A വരെയുള്ള OA എന്ന് പറയുന്ന വശവും എന്താണ്? അത് ഈക്വൽ ആണ്, തുല്യമാണ്. എന്തുകൊണ്ട്? സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു ആംഗിൾ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് വല്ല മാർഗമുണ്ടോ? അത് ഒരു ലൈനാണ്. ആ ലൈനിനെ ഇവിടെ കട്ട് ചെയ്യുന്നു. ഇവിടെ 50 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഇവിടെ എത്രയാണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലും അതിന്റെ ഭാഗമായിട്ടുള്ള 2ാമത്തെ ചാപ്റ്ററിലും നമ്മൾ പഠിച്ചതാണ്. ലീനിയർ പെയർ, രേഖീയ ജോഡികൾ പഠിച്ചതാണ്. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് 180 ഡിഗ്രിയിൽ നിന്നും 50 ഡിഗ്രി കുറയ്ക്കുക. 180 ഡിഗ്രിയിൽ നിന്നും 50 ഡിഗ്രി കുറയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കും അത് 130 ഡിഗ്രിയാണെന്ന് ലഭിക്കും. കാരണം ലീനിയർ പെയറിന്റെ സം എന്ന് പറയുന്നത്, രേഖീയ ജോഡിയുടെ തുക എന്ന് പറയുന്നത് അത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയാണ് 7ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം. ആ 180 ഡിഗ്രിയിൽ നിന്നും 50 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്. അത് കുറച്ചു കഴിഞ്ഞാൽ 130 ആയിരിക്കും. തൊട്ടിപ്പുറത്ത് കാണുന്ന ഇവിടുത്തെ അളവ് 130 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എഴുതുന്നത് എങ്ങനെയാണ്? ആംഗിൾ കണ്ടുപിടിക്കാനുള്ളത് AOC ആണ്. ആംഗിൾ AOC ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ഈക്വൽ ടു 130 ഡിഗ്രി. ഈക്വൽ ടു 130 ഡിഗ്രി. 130 ഡിഗ്രി കിട്ടിയത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ AOC ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ഈക്വൽ ടു 130 ഡിഗ്രി. അപ്പോൾ 130 ഡിഗ്രി ആണെന്ന് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി തൊട്ട് താഴെയായിട്ട് കൺസിഡർ ട്രയാങ്കിൾ AOC. മലയാളം മീഡിയംകാർ എഴുതുക. ത്രികോണ AOC പരിഗണിച്ചാൽ. കൺസിഡർ ട്രയാങ്കിൾ AOC. ത്രികോണ AOC പരിഗണിച്ചാൽ എഴുതാം. AO എന്ന് പറയുന്ന വശവും OC എന്ന് പറയുന്ന വശവും ഈക്വൽ ആണ്. ഏതാണ്? AO എന്ന് പറയുന്ന വശവും OC എന്ന് പറയുന്ന വശവും ഈക്വൽ ആണ്. കാരണം എന്താണ്? അത് വൃത്തത്തിന്റെ ആരങ്ങളാണ്. വൃത്തത്തിന്റെ ആരങ്ങളാണ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ. മലയാളം മീഡിയക്കാര് വൃത്തത്തിന്റെ ആരങ്ങൾ എന്നെഴുതുക. വൃത്തത്തിന്റെ ആരങ്ങൾ, റേഡിയസ് ഓഫ് ദ സർക്കിൾ. AO ഈക്വൽ ടു OC. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ പറ്റിയെല്ലാം പറഞ്ഞതാണ്. ഇവിടെ ഓരോ കോൺ തന്നിട്ടുണ്ട്. അത് 130 ആണ്. ഇവിടുത്തെ രണ്ട് കോണുകളും എങ്ങനെയുള്ള കോണുകളായിരിക്കും? അത് രണ്ടും തുല്യമായിട്ടുള്ളതായിരിക്കും. എന്തുകൊണ്ട്? AO എന്ന് പറയുന്ന തുല്യമാണ്, OC തുല്യമാണ്. തുല്യമായ വശങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും തുല്യമാണ്. മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ് വരുന്നത്? മൂന്നും കൂടെ കൂട്ടുമ്പോൾ ലഭിക്കുന്നത് എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. സ്റ്റെപ്പ് എങ്ങനെയാണ് എഴുതുന്നത്? ആംഗിൾ A പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ AOC. ആംഗിൾ AOC ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. മൂന്നും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി. A അറിയത്തില്ല, B എത്രയാണെന്നുള്ളത് അറിയത്തില്ല. അറിഞ്ഞൂടാത്തത് താഴെ അതുപോലെ എടുത്തെഴുതുക. ആംഗിൾ A പ്ലസ് ആംഗിൾ C പ്ലസ് നമുക്ക് AOC എത്രയാണെന്നുള്ളത് നമുക്കറിയാം. എത്രയാണ് AOC എന്ന് പറയുന്നത്? AOC 130 ഡിഗ്രി ആണെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. 130 ഡിഗ്രി സമം 180 ഡിഗ്രി. ഇതിൽ നിന്നും ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി എന്ന് ലഭിക്കുന്നു. വീണ്ടും ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോൾ അത് എത്ര ഡിഗ്രിയാണെന്ന് ലഭിച്ചു? 50 ഡിഗ്രി ആണെന്ന് ലഭിച്ചു. ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോൾ 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? എ എത്ര, സി എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. എങ്ങനെയാണ്? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 25 ഡിഗ്രി എന്ന് ലഭിക്കും. എത്ര കിട്ടും? 25. അപ്പൊ എങ്ങനെ എഴുതും? ആംഗിൾ എ ഈക്വൽ ടു
ആംഗിൾ സി ഈക്വൽ ടു 25 ഡിഗ്രി. ചിത്രത്തിൽ കൂടി അടയാളപ്പെടുത്തിയാൽ 25 ഡിഗ്രി എയും 25 ഡിഗ്രി സിയും ലഭിക്കും. 25 25 50 50 130 180 എന്ന് ലഭിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലുള്ള ആൻസർ. സബ് ക്വസ്റ്റ്യൻ 1 ആണ് നമ്മൾ ചെയ്തത്. ആംഗിൾ സി എ ബി എന്നുള്ള സബ് ക്വസ്റ്റ്യൻ 1 നമ്മൾ ചെയ്തു. ഇനി സബ് ക്വസ്റ്റ്യൻ 2 ഉണ്ട്. സബ് ക്വസ്റ്റ്യൻ 2 ഇങ്ങനെയാണ്. എങ്ങനെ? ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് ഞാൻ എടുത്തത് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് 50 ഡിഗ്രിയാണ്. ഈ 50 ഡിഗ്രിയുടെ സ്ഥാനത്ത് നിങ്ങൾ ഇനി എടുക്കാനുള്ളത് ഹോംവർക്കായിട്ട് ചെയ്യാനുള്ളതാണ്. ശ്രദ്ധിക്കുക, 2 എന്ന് നമ്പർ ഇട്ടിട്ട് നിങ്ങൾ അതിന്റെ സ്ഥാനത്ത് എടുക്കാനുള്ളത് 70 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രി? 70 ഡിഗ്രി വേണം എടുക്കാനായിട്ടുള്ളത്. ഇവിടെ ഞാൻ എടുത്തത് 50 ഡിഗ്രിയാണ്. നിങ്ങൾ എടുക്കാനായിട്ടുള്ളത് 70 ഡിഗ്രി എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഏതാ കണ്ടുപിടിക്കാനുള്ളത്? സി എ ബി എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. സി എ ബി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ അത് ചെയ്യാനുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയപ്പം? 50 ആയിരുന്നു. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ 50 ആയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാണ് ആൻസർ കിട്ടിയത്? 25 ആണ് കിട്ടിയത്. നിങ്ങൾ ഇനി രണ്ടാമത് ചെയ്യേണ്ടത് എത്രയാണ്? ഇവിടെ 70 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? എന്ത് ചെയ്യാം? സബ് ക്വസ്റ്റ്യൻ 2 എന്നിട്ടിട്ട് ചെയ്തു നോക്കുക. അപ്പൊ അടുത്തൊരു ചോദ്യമാണ്. ഇങ്ങനെയാണ് ചോദ്യം. ചിത്രത്തിൽ ഒ വൃത്താകേന്ദ്രവും എ ബി ഒരു വ്യാസവുമാണ്. സി വൃത്തത്തിലെ ബിന്ദുവാണ്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആംഗിൾ എ സി ബി കണക്കാക്കുക. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ സി ഒ ബിയുടെ അളവ് മറ്റേതെങ്കിലും സംഖ്യയായി ഈ ചിത്രം മാറ്റി വരയ്ക്കുക. ആ ചിത്രത്തിൽ ആംഗിൾ എ സി ബി എത്രയാണെന്നുള്ളത് കണക്കാക്കുക. അപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നോക്കാം. ഇവിടെ ഒ സി ഒ ബി എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണത്? 50 ഡിഗ്രിയാണ്. കണ്ടെത്താനായിട്ടുള്ളത് എന്താണ്? എ സി ബി ആണ്. കഴിഞ്ഞ കണക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കണക്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു വര ഇല്ലായിരുന്നു. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ബി എയും സി എയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായി? 2 ത്രികോണങ്ങളായി മാറി. നമുക്ക് കണ്ടെത്താനുള്ളത് എന്താണ്? എ സി ഒ എന്നുള്ളത് കണ്ടെത്തണം. പിന്നെ അതോടൊപ്പം തന്നെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? എ സി ബി ആണ് മെയിൻ ആയിട്ടുള്ളത്. എ സി ബി, അതായത് ഈ 2 കോണുകൾ ചേരുന്നത് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് കണ്ടെത്തണം. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന വിവരം എന്താണ്? സി ഒ ബി ആണ്. ഇപ്പോൾ എടുത്തെഴുതുക. സി ഒ ബി ആംഗിൾ സി ഒ ബി എന്ന് പറയുന്നത് അത് 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രിയാണ് നമുക്ക് തന്നിരിക്കുന്ന വിവരമാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നതാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എന്ന് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. അതിന്റെ പേര് ആംഗിൾ എ ഒ സി എന്നുള്ളതാണ്. ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് 180 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രിയിൽ നിന്നും എത്രയാണ് കുറയ്ക്കേണ്ടത്? 50 ഡിഗ്രി. തന്നിരിക്കുന്ന 50 ഡിഗ്രി കുറയ്ക്കുക. എന്തുകൊണ്ട് വരുന്നുള്ളത് തൊട്ട് മുന്നേയുള്ള കണക്കിൽ പറഞ്ഞതാണ്. ഈക്വൽ ടു എത്ര കിട്ടും? അത് 130 ഡിഗ്രി ലഭിക്കും. അപ്പോൾ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. ഇവിടെ എഴുതുക 130 ഡിഗ്രിയാണ്. പിന്നീട് ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ്? എ എത്രയാണ്, സി എത്രയാണ്, അതെന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ആ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യാനുള്ളത്? ഇവിടെ എഴുതാനുള്ളത്. അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. തൊട്ട് മുന്നേയുള്ള കണക്കിൽ ചെയ്തത് എങ്ങനെയാണോ അതുപോലുള്ള സ്റ്റെപ്പുകളാണ്. അത് നിങ്ങൾ ഇവിടെ എഴുതണം. അത് നിങ്ങൾ അവിടെ എഴുതി കോണളവ് എത്രയാണോ കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ 25 ഡിഗ്രി ലഭിക്കും. ഇവിടെയും 25 ഡിഗ്രി നമുക്ക് ലഭിക്കും. അത് എങ്ങനെയാണ് കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അത് എന്ത് ചെയ്യണം? ഇവിടെ എഴുതേണ്ടതാണ്. ഇത്രയും ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എഴുതുക. ഇനി അതിന്റെ ബാലൻസ് ആയിട്ടുള്ളതാണ് പറയുന്നത്. ഒ ബി എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നത് എന്താണ്? ആരങ്ങളാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഒ ബി ഈക്വൽ ടു ഒ ബി എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈക്വൽ ആവാനുള്ള കാരണം അതെന്താണ്? ആരങ്ങളാണ്. വൃത്തത്തിന്റെ ആരങ്ങളാണ്.
വൃത്തത്തിന്റെ ആരങ്ങളാണ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് എഴുതുക. ഒ ബി ഈക്വൽ ടു ഒ സി, ഒ ബി ഈക്വൽ ടു ഒ സി. അങ്ങനെയാണെങ്കിൽ ഒ ബി എന്ന് പറയുന്ന വശത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും ഒ സി എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. ഇങ്ങനെയാണ് ഒ ബി എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതും ഒ സി എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതും എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. അതിനായി നമ്മൾ ഏത് ത്രികോണത്തെ പരിഗണിക്കണം? ട്രയാങ്കിൾ ഒ ബി സി യെ പരിഗണിച്ചാൽ, ട്രയാങ്കിൾ ഒ ബി സി പരിഗണിച്ചാൽ ഏതൊക്കെയാണ് തുല്യമായിട്ടുള്ളത്? ഒ ബി സി എന്ന് പറയുന്ന ആംഗിളും അതോടൊപ്പം തന്നെ ഒ സി ബി എന്ന് പറയുന്ന ആംഗിൾ എന്താണെന്ന് പറഞ്ഞു? ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണത്? അത് 180 ഡിഗ്രി. ഇപ്പോൾ എഴുതാം സി ഒ ബി, ആംഗിൾ സി ഒ ബി പ്ലസ് ആംഗിൾ ഒ ബി സി, ആംഗിൾ ഒ ബി സി പ്ലസ് അടുത്തത് ആംഗിൾ ബി സി ഒ, ആംഗിൾ ബി സി ഒ ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. മൂന്ന് കോണും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒന്നേ ഉള്ളൂ. അതെങ്ങനെ തന്നേക്കുന്നത്? സി ഒ ബി തന്നിട്ടുണ്ട്. സി ഒ ബി 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ആ 50 ഡിഗ്രി അതുപോലെ എടുത്തെഴുതുക. 50 ഡിഗ്രി പ്ലസ് ബാക്കിയുള്ളത് തന്നിട്ടില്ല, അത് അതുപോലെ എടുത്തെഴുതുക. ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ബി സി ഒ ഈക്വൽ ടു അത് 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ബി സി ഒ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി എന്ന് വരും. 180 ഡിഗ്രിയിൽ നിന്നും 50 ഡിഗ്രി കുറയ്ക്കുക. ഈക്വൽ ടു 130 ഡിഗ്രി എന്ന് ലഭിക്കും. 130 ഡിഗ്രി എന്ന് ലഭിക്കും. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 130 ഡിഗ്രിയാണ്. ഓരോന്നും എത്രയാണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ ഒ ബി സി ഈക്വൽ ടു ആംഗിൾ ബി സി ഒ ഈക്വൽ ടു 130 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 65 ഡിഗ്രി എന്ന് ലഭിക്കും. എത്ര ഡിഗ്രിയാണത്? അത് 65 ഡിഗ്രി വീതമാണ്. അപ്പോൾ ചിത്രത്തിൽ കൂടി അടയാളപ്പെടുത്തിയാൽ 65 ഡിഗ്രി, ഇവിടെയും 65 ഡിഗ്രി എന്ന് ലഭിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ എ സി ബി എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എ സി ബി എത്രയാണെന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ എ സി ബി കണ്ടുപിടിക്കുന്നത്? എ സി ബി എന്ന് പറയുന്നത് ഈ രണ്ട് കോണും കൂടെ കൂട്ടുന്നതാണ്. അതിന്റെ അളവെന്ന് പറഞ്ഞാൽ ഇവിടെ 25 ഡിഗ്രിയും ഇവിടെ 65 ഡിഗ്രിയും. അപ്പോൾ 25 ഡിഗ്രി പ്ലസ് 65 ഡിഗ്രി എന്ന് ലഭിക്കും. കൂട്ടുമ്പോൾ ലഭിക്കുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ എ സി ബി എന്ന് പറയുന്നത് എത്ര കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് എന്ത് ചോദ്യം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. എ സി ബി കണ്ടെത്തി, അത് 90 ഡിഗ്രിയാണ്. ഇത് സബ് ക്വസ്റ്റ്യൻ 1 ഇനി സബ് ക്വസ്റ്റ്യൻ 2 എന്ന് പറയുന്നത്, സബ് ക്വസ്റ്റ്യൻ 2 നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിരുന്നത് ബി ഒ സി, ഇവിടെ ഇത് മാത്രമാണ് നമുക്കിവിടെ തന്നിരുന്നത്. അത് എത്ര ഡിഗ്രി തന്നിരുന്നത്? 50 ഡിഗ്രി തന്നിരുന്നത്. സബ് ക്വസ്റ്റ്യൻ 2ലേക്ക് വരുമ്പോൾ അതിന്റെ സ്ഥാനത്ത് നിങ്ങൾ 70 ഡിഗ്രി വേണം എഴുതാനായിട്ടുള്ളത്. എത്ര ഡിഗ്രി? 70 ഡിഗ്രി എടുത്തെഴുതുക. തന്നിരിക്കുന്നതിന്റെ സ്ഥാനത്ത് 70 ഡിഗ്രി എഴുതുക. എന്നിട്ട് കിട്ടുന്ന കോൺ ഏതാണ്? എ സി ബി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എ സി ബി എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഞാനിവിടെ 50 ഡിഗ്രിയാണ് ചെയ്തത്. 50 ഡിഗ്രി ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 90 ഡിഗ്രി കിട്ടി. നിങ്ങൾ ഇനി ചെയ്യാനുള്ളത് 50ന്റെ സ്ഥാനത്ത് 70 ഇട്ട് ചെയ്യുക. അപ്പോൾ എ സി ബി എത്ര ലഭിക്കുന്നു എന്നുള്ളത് ഹോംവർക്ക് ആയിട്ടുള്ളതാണ്. സബ് ക്വസ്റ്റ്യൻ 2 HW ആണ്, ഹോംവർക്ക് ആണ്. വീട്ടിലിരുന്ന് ചെയ്ത് ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുക. അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് നമ്മുടെ മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ ഒരു ചിത്രം വരയ്ക്കാനുള്ള ഒരു ഭാഗം വിടാനായിട്ട് പറഞ്ഞിരുന്നു. പേജ് വിടാനായിട്ട് പറഞ്ഞിരുന്നു. നമ്മള് ചിത്രം വരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്കത് വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ചിത്രമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 21-ാമത്തെ പേജിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2ാമത്തെ ക്വസ്റ്റ്യനിലെ 3ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു.
5.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. ജ്യാമിതീയ പെട്ടിയിലെ ഒരു മട്ടം മാത്രം ഉപയോഗിച്ച് വരയുടെ മധ്യബിന്ദു കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അപ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ടെക്സ്റ്റിലെ പേജ് നമ്പർ 21 രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ 3ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം. എന്താണ് വരയ്ക്കാൻ പറഞ്ഞത്? 5.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. ജ്യാമിതീയ പെട്ടിയിലെ മട്ടം ഉപയോഗിച്ച് അതിന്റെ മധ്യബിന്ദു എന്ത് ചെയ്യുക? കണ്ടെത്തുക. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 5.5 സെന്റിമീറ്റർ വീതമുള്ള ഒരു വര എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക? 5.5 സെന്റിമീറ്റർ നീളത്തിൽ സ്കെയിൽ ഉപയോഗിച്ച് ഒരു വര വരയ്ക്കുക. ജ്യാമിതീയ പെട്ടിയിലെ മട്ടം ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നിന്നും എന്ത് ചെയ്യുക? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉള്ള മട്ടം എടുക്കുക. മട്ടം എടുത്തതിന് ശേഷം 5.5 സെന്റിമീറ്റർ ആണ് ഉള്ളത്. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? 2 പാരലൽ ലൈനുകൾ ആവശ്യമാണ്, സമാന്തര വരകൾ ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ 5.5 സെന്റിമീറ്റർ വരച്ചിരിക്കുന്നതിന്റെ തൊട്ട് മുകളിലായി എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ എടുത്തുകൊണ്ട് വയ്ക്കുക. സെറ്റ് സ്ക്വയർ വച്ചതിന് ശേഷം ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു പാരലൽ ലൈൻ എന്ത് ചെയ്യുക? വരയ്ക്കുക. 5.5 സെന്റിമീറ്ററിന്റെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെയും എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ കൊണ്ടുവയ്ക്കുക. ഇവിടെയും കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും ഒരു പാരലൽ ലൈൻ കൂടി വരയ്ക്കുക. അവിടെയും കൊണ്ടുവയ്ക്കുക. പാരലൽ ലൈൻ വരയ്ക്കുക. അപ്പോൾ അതും വരച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ്? ഇവിടെ നിന്നും നിങ്ങളുടെ സ്കെയിൽ ഉപയോഗിച്ച് ഒരു 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നും സ്കെയിൽ ഉപയോഗിച്ച് വീണ്ടും ഒരു 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരച്ചു കഴിയുക. ചേർത്ത് വരയ്ക്കുക. അപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് കടന്നു പോകുന്നത് എന്ന് പറയുന്നത് 5.5 സെന്റിമീറ്ററിന്റെ സെന്ററിൽ കൂടിയായിരിക്കും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഇറേസർ ഉപയോഗിച്ച് മായ്ച്ചു കളയുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 5.5 സെന്റിമീറ്ററിന്റെ സെന്ററിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈൻ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതായിരുന്നു എന്ത്? 5.5 സെന്റിമീറ്ററിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകുന്ന വര എന്ന് പറയുന്നത്. എന്തുപയോഗിച്ച് നമ്മൾ വരച്ചത്? റൈറ്റ് ട്രയാംഗിൾ ഉപയോഗിച്ചാണ് നമ്മൾ വരച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. അത് ഇങ്ങനെയാണ്. AB എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ, ആംഗിൾ A എന്ന് പറയുന്നത് 67.5 ഡിഗ്രിയാണ്, ആംഗിൾ B എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന അളവ് പ്രകാരമുള്ള ത്രികോണം നിർമ്മിക്കാനാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? AB എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ, ആംഗിൾ A എന്ന് പറയുന്നത് 67 ഡിഗ്രി, ആംഗിൾ B 15 ഡിഗ്രി. വരയ്ക്കാനുള്ളത് എന്തുപയോഗിച്ചാണ്? പ്രൊട്രാക്ടർ ഉപയോഗിച്ചല്ല, പകരം കോൺ മാപ്പിനെ ഉപയോഗിച്ചാണ്. കോൺ മൂവിനെ ഉപയോഗിക്കാതെയാണ് എന്ത് ചെയ്യാനുള്ളത്? വരയ്ക്കാനുള്ളത്. പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? വരയ്ക്കുക. അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു അളവിൽ തന്നിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണെങ്കിൽ നമ്മൾ ഇതേപോലെ വരച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ വരച്ചത്? ഈ അളവിന്റെ ഇതൊക്കെ എന്ത് ചെയ്ത് ഇരട്ടിയൊക്കെ എടുത്ത് അതിന്റെയൊക്കെ ബൈസെക്ടർ ഒക്കെ വരച്ച് നമ്മൾ ചെയ്തതാണ്. ഇവിടെ നമുക്ക് എന്ത് പറ്റത്തില്ല? പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തേ ഉപയോഗിക്കാൻ പറ്റൂ? നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? വരയ്ക്കണം. എല്ലാവരുടെയും ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെന്താണിത്? ത്രികോണമാണ്, അല്ലെങ്കിൽ ട്രയാംഗിൾ ആണ്. ഇതിന്റെയൊക്കെ അളവുകളെല്ലാം തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറയുകയാണ്. ഇതൊരു ഐസോസ്കെലസ് ട്രയാംഗിൾ ആണ്. ട്രയാംഗിൾ ആണ്, ഐസോസ്കെലസ് ട്രയാംഗിൾ ആണ്. പ്രത്യേകത വീണ്ടും ആവർത്തിക്കുന്നില്ല, എന്നിരുന്നാലും ഒന്ന് പറഞ്ഞു പോവുകയാണ്. 2 വശങ്ങൾ എന്താണ്? തുല്യമാണ്. 2 കോണുകളും എന്താണ്? തുല്യമാണ്. ഓരോ കോണുകളും 45 ഡിഗ്രി 45 ഡിഗ്രി. ഇവിടെ വരുമ്പോൾ എത്ര വരും? അത് 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി, മൊത്തത്തിൽ എത്ര ഡിഗ്രി കിട്ടും? അത് 180 ഡിഗ്രി കിട്ടും. ഇനി അടുത്തതിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഇവിടെ നോക്കാം. ഇവിടെ അളവുകൾ എന്ന് പറയുന്നത് 3 അളവുകളും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ 3 അളവുകൾ, ത്രികോണത്തിന്റെ 3 അളവുകൾ ഇവിടെ എന്താണ്? വ്യത്യസ്തമാണ്. ഇവിടെ മണ്ടയിൽ എത്രയാണ്? മുകളത്ത് പഴയതുപോലെ തന്നെ ഇവിടെ എത്ര ഡിഗ്രിയാണ്? അത് 90 ഡിഗ്രിയാണ്. ഇനി ഏറ്റവും ചെറുതായിട്ടുള്ള ഈ നീളം കൂടിയ വശം അവിടെ 30 ഡിഗ്രിയാണ്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടെ എത്ര ഡിഗ്രിയാണ്?
60 ഡിഗ്രിയാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഈ ത്രികോണങ്ങളുടെ എല്ലാം അളവുകളെല്ലാം ഇങ്ങനെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഒരു റഫ് ഫിഗർ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഏതൊരു ത്രികോണം വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞതാണ്, ഒരു റഫ് ഫിഗർ വരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നോക്കാം, ഒരു റഫ് ഫിഗർ ആദ്യം നമുക്ക് വരച്ചു നോക്കാം. എ ബി എന്ന് പറയുന്നത് വരച്ചു കഴിഞ്ഞു. എ ബി എത്ര സെന്റിമീറ്റർ ആണ്? എ ബി 7 സെന്റിമീറ്റർ ആണ്. പിന്നീട് ബി എന്ന് പറയുന്നത് 15 വേണം. ബി എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. അതോടൊപ്പം എ എന്ന് പറയുന്നത് 67.5 ഡിഗ്രിയാണ്. സിയുടെ അളവ് നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റഫ് ഫിഗർ. ഇനി നമുക്ക് ആക്ച്വൽ ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം എ ബി 7 സെന്റിമീറ്റർ അല്ലേ? എ ബി എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ നീളത്തിൽ എ ബി എന്ന ലൈൻ വരയ്ക്കുക. എ ബി 7 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? ആംഗിൾ എ എന്ന് പറയുന്നത് 67.5 ഡിഗ്രി വേണമെന്നാ പറഞ്ഞത്. 67.5 ഡിഗ്രി നമുക്ക് വരയ്ക്കുവാൻ ഈ തന്നിരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് പറ്റുമോ? പറ്റില്ല. 67.5 എന്ന് പറയുന്നതിന്റെ ഇരട്ടി എടുത്ത് നോക്കാം, എത്ര കിട്ടും? അത് എന്ന് പറയുന്നത് 135 ഡിഗ്രി ആണെന്ന് നമുക്ക് ലഭിക്കും. 135 ഡിഗ്രി, 67.5യുടെ ഇരട്ടി 135 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന അളവുകളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് 135 ഡിഗ്രി കണക്കാക്കുവാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ഈ പറയുന്ന അളവുകളിൽ ഏതെങ്കിലും അളവുകൾ ഉപയോഗിച്ച് 135 ഡിഗ്രി നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സെറ്റ് സ്ക്വയറിലെ 45 ഡിഗ്രി എന്ന് പറയുന്ന വശവും ഈ സെറ്റ് സ്ക്വയറിലെ 90 ഡിഗ്രി എന്ന് പറയുന്ന വശവും എടുക്കുക. 45ഉം 90ഉം ചേരുമ്പോൾ എത്രയാവും? അത് 135 ഡിഗ്രി ആവും. ഏതൊക്കെയാണ്? ഇവിടുത്തെ 45 ഡിഗ്രി എന്ന് പറയുന്നത്, ഇവിടുത്തെ 45 ഡിഗ്രിയും ഇവിടുത്തെ എത്രയാണത്? 45 ഡിഗ്രിയും 90 ഡിഗ്രിയും ചേരുമ്പോൾ 135 ഡിഗ്രി ആവും. ഇതുപോലെ എന്ത് ചെയ്യുക, ഈ ചിത്രത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. ചിത്രത്തിലേക്ക് ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എയിൽ നിന്നും വരയ്ക്കുക. ഇതുപോലെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് 135 ഡിഗ്രി അളവുള്ള ഒരു ആംഗിള് ഇവിടെ ലഭിക്കുന്നതാണ്. എത്ര ഡിഗ്രിയാണത്? 135 ഡിഗ്രി ഉള്ളത്. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് വരയ്ക്കുക, ഇതിനെ ഒരു ബൈസെക്ടർ വരയ്ക്കേണ്ടതാണ്. അതിനായിട്ട് കോമ്പസില് ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. ഇവിടെ വയ്ക്കുക. വീണ്ടും മറ്റൊരു ആർക്കും കൂടെ വരയ്ക്കുക. എയിൽ നിന്നും ഈ രണ്ട് ആർക്കുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്തത് ബി എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. 15 ഡിഗ്രി എങ്ങനെയാണ് വരയ്ക്കുന്നത്? 15ന്റെ ഇരട്ടിയായിട്ടുള്ള എത്രയാണ്? അത് 30 ഡിഗ്രിയാണ്. ഈ തന്നിരിക്കുന്നതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു 60 ആണ്, ഇവിടെ 90 ആണ്, ഇവിടെ 30 ആണെന്ന് പറഞ്ഞിരുന്നു. ഈ 30 ഡിഗ്രി എടുക്കുന്നത് എന്ത് ചെയ്യുക, ഇവിടോട്ട് കൊണ്ടുവയ്ക്കുക. കൊണ്ടുവച്ചതിന് ശേഷം 30 ഡിഗ്രി ഉള്ളത് വരയ്ക്കുക. 30 ഡിഗ്രി വരച്ചു കഴിഞ്ഞു. 30 ഡിഗ്രിയും വരച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യാനുള്ളത്? 30 ഡിഗ്രിക്ക് എന്ത് വരയ്ക്കുക? ബൈസെക്ടർ വരയ്ക്കുക. ഇവിടെ കൊണ്ട് കോമ്പസ് വയ്ക്കുക. അതിനുശേഷം ചെറിയൊരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം ഈ രണ്ട് പോയിന്റിലുമായി മറ്റു രണ്ട് ആർക്കുകൾ വരയ്ക്കുക. അതെന്ത് ചെയ്യുക? ചേർത്ത് വരയ്ക്കുക. അതും ചേർത്ത് വരച്ചു കഴിഞ്ഞു. നമ്മൾ വരച്ച രണ്ട് ബൈസെക്ടറുകളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് സി എന്ന് അടയാളപ്പെടുത്തേണ്ടത്. നമുക്ക് വേണ്ടത് എ ബി സി എന്ന ഈ ഒരു ത്രികോണമാണ് നമുക്ക് വേണ്ടത്. അതിൽ ഇവിടെ എത്രയാണത്? അത് 15 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? അത് 67.5 ഡിഗ്രി എന്ന് ലഭിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ അളവ് പ്രകാരമുള്ള ത്രികോണം എ ബി സി നിർമ്മിച്ചു കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ഇത് ഇതുവരെയും ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇതേ മോഡലിലുള്ള പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന കണക്കെന്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതും കൂടി വരച്ച് പഠിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.